നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. അതിനുശേഷം MLA എന്ന നെയിം പ്ലേറ്റ് വെച്ച കാറിൽ അദ്ദേഹം ഒരു പരിപാടിക്കെത്തി. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. അവിടെ ഉണ്ടായത് നാടകീയമായ സംഭവ വികാസങ്ങളാണ്. MLA നെയിം പ്ലേറ്റ് വെച്ച കാറിൽ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ കാറ് വളഞ്ഞ് പ്രതിഷേധമുയർത്തി. DYFIയുടെ നേതൃത്വത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നത്. MLAക്ക് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, മുദ്രാവാക്യങ്ങളൊക്കെ ഉയരുകയുണ്ടായി. പിന്നാലെ പോലീസിന്റെ സഹായത്തോടെ MLA കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പോലീസുകാരുടെ സംരക്ഷണത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോവുകയും ഈ ഒരു മാധ്യമങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി, മാധ്യമങ്ങളുടെ മൈക്ക്, ക്യാമറ ഒക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രാഹുലിനെയാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. പ്രതിഷേധക്കാരുടെ നടുവിലൂടെയാണ് രാഹുൽ കടന്നുപോയത്. പിന്നീട് രാഹുലിനെ കാണുന്നത് ഒരു വീട്ടിലായിരുന്നു. ആ വീട്ടിലൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയുമായി സംസാരിക്കുന്ന രാഹുലിനെയാണ് പിന്നെ കാണുന്നത്. വളരെ സ്നേഹത്തോടെ രാഹുലിൻ്റെ കൈപിടിച്ച് ഉമ്മ സംസാരിക്കുന്നതും മാത്രമല്ല, അമ്മമാരെല്ലാം, അമ്മമാരും ഒക്കെ രാഹുലിനെ സ്നേഹത്തിൽ പൊതിയുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. അതിനുശേഷം ആ വീട്ടിൽ നിന്നും രാഹുൽ ഇറങ്ങുന്നു. പിന്നാലെ ഈ രാഹുലിനെ വളഞ്ഞ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തെ വളയുന്നു. അതിനുശേഷം ഒരു പച്ച തുണി അണിഞ്ഞ്, പൊന്നാട പോലത്തെ ഒരു തുണി അണിയിച്ച് രാഹുലിന് ആദരവ് അർപ്പിക്കുന്നു. സ്നേഹത്തോടെ പൊതിയുന്ന കാഴ്ചയൊക്കെ കാണുന്നു. അതായത് ബലാത്സംഗ കേസിൽ 3 ബലാത്സംഗ പരാതിയിലും അകത്തുപോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കുള്ള ജനപ്രീതി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് അമ്മമാരും മുതിർന്നവരുമൊക്കെ ഇപ്പോഴും രാഹുലിനെ സ്നേഹിക്കുന്നു എന്നതിന് ഉദാഹരണമായി സംഭവം മാറിയിരിക്കുകയാണ്. രാഹുലിനുള്ള ഒരു ജനപ്രീതി നഷ്ടമായിട്ടില്ല. രാഹുലിനോടുള്ള സ്നേഹം പലർക്കും നഷ്ടമായിട്ടില്ല. ഇപ്പോൾ 3 ബലാത്സംഗ കേസുകളിൽ 3ഓളം പെൺകുട്ടികൾ രാഹുലിനെതിരെ ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപദ്രവിച്ചു, ലൈംഗികമായി ഉപദ്രവിച്ച ശേഷം ചതിച്ചു എന്ന രീതിയിൽ പരാതിയുമായി വരുന്നു. പക്ഷേ കോടതി വിധി മറ്റൊന്നായിരുന്നു. അതിന് പിന്നാലെ രാഹുലിൻ്റെ ജനപ്രീതി നഷ്ടമായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാരും രാഹുലിനെ കൈവിട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും രാഹുൽ നേരെ പോകുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിലേക്കായിരുന്നു. ഞാട മുറിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതിനുശേഷം രാഹുലിനെ എടുത്തുയർത്തി ജയ് വിളിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിച്ചായിരുന്നു മടക്കി അയച്ചത്. നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി തൻ്റെ പ്രവൃത്തി, താൻ MLA ആണ്, ആ ഒരു പ്രവൃത്തി രാഹുൽ ഇപ്പോഴും ചെയ്യുകയാണ്. താൻ MLA എന്ന രീതിയിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രാഹുൽ ചെയ്തെടുക്കുകയാണ്. പ്രതിഷേധത്തിൻ്റെ നടുവിലൂടെയാണ് രാഹുൽ നടക്കുന്നത്, മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധവുമായി DYFIക്കാർ വന്നപ്പോൾ ആ ഒരു കാറിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയപ്പോൾ ഒരിക്കൽ ഷാഫിക്ക് നേരെ ഉണ്ടായ പ്രതിഷേധം, ഷാഫി കാറിൽ നിന്ന് പുറത്തിറങ്ങി അതിനെ നേരിട്ട ആ സംഭവ വികാസത്തിന് സമാനമായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയതും. എന്തായാലും രാഹുൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രതിഷേധക്കാർ പ്രതിഷേധവുമായി പിന്നാലെയുണ്ട്. ഇന്ന് രാഹുലിനെ ഭാവി നിർണ്ണയിക്കുന്ന ദിവസമാണ്. അതായത് നിരന്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ നിയമസഭയുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇന്ന് തീരുമാനമെടുക്കും. ഒന്നിലേറെ ബലാത്സംഗ കേസുകൾ പ്രതിയായ പാലക്കാട് MLA അയോഗ്യനാക്കണമോ എന്ന കാര്യത്തിൽ നിർണായക തീരുമാനമാണ് ഇന്നുണ്ടാവുക. DK മുരളി MLA നൽകിയ പരാതിയാണ് കമ്മിറ്റി പരിഗണിക്കുക. DK മുരളിയുടെയും രാഹുലിൻ്റെയും വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും കമ്മിറ്റി തീരുമാനമെടുക്കുക. 3ാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടിയതിനാൽ ജയിലിൽ നിന്ന് പുറത്തെത്തിയ രാഹുൽ നിയമസഭയിൽ എത്തിയിരുന്നില്ല. നടപടിക്രമങ്ങൾ സങ്കീർണമായതിനാൽ ഈ സഭാ സമ്മേളനത്തിന് മുമ്പ് തീരുമാനമെടുക്കാൻ സാധ്യത കുറവാണ്. നിരന്തരം പീഡനക്കേസിൽ പ്രതിയായ MLA അയോഗ്യനാക്കാനുള്ള വ്യവസ്ഥ നിയമസഭയുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഹുലിനെതിരായ പരാതി സ്പീക്കർ പരിഗണിച്ച് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് തീരുമാനം കൈക്കൊണ്ടാൽ സഭയ്ക്ക് അയോഗ്യനാക്കാം. ഈ സർക്കാരിൻ്റെ അവസാന സഭാ സമ്മേളനത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ തീർക്കുകയാണ് മുന്നിലുള്ള വലിയ വെല്ലുവിളി. രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. പുറത്താക്കിയ ആളോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ കഴിയില്ലെന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. പുറത്താക്കിയെങ്കിലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസ് വലിയ രീതിയിൽ ആശങ്കയിലാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായാൽ രാഷ്ട്രീയ തീരുമാനമെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സമാന കേസുകളിൽ നേരത്തെ അറസ്റ്റിലായ മറ്റ് MLAമാരുടെ കാര്യമടക്കം ചില കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെടുമ്പോഴും കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് സമാനമായ ആരോപണങ്ങൾ നേരിടുന്ന ഇപ്പോൾ മുകേഷ് MLA അടക്കമുള്ളവർ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല, എന്തുകൊണ്ട് അവർ MLA സ്ഥാനത്ത് തുടരുന്നു എന്ന ചോദ്യം സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിട്ട് ആ ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും രാഹുലിനെ അയോഗ്യനാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നിർണായക തീരുമാനം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന്
അയോഗ്യനാക്കണമെന്ന പരാതി ഇന്ന് ചേരുന്ന പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കും. DK മുരളി നൽകിയ പരാതിയാണ് പ്രിവിലേജ് കമ്മിറ്റി പരിഗണിക്കുന്നത്. DK മുരളിയുടെയും രാഹുലിന്റെ വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും കമ്മിറ്റി തീരുമാനത്തിലെത്തുക. നിരന്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാഹുലിനെ അയോഗ്യനാക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ, രാഹുലിന്റെ ഭാഗം കൂടി കേട്ടിട്ടാകും തീരുമാനമെടുക്കുക. അതിനായി രാഹുൽ എത്തുമോ ഇല്ലയോ, നടപടിക്രമങ്ങൾ സങ്കീർണമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതും ഒരു ചോദ്യം തന്നെയാണ്. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ MLAക്കെതിരായ പീഡന കേസിലെ അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ദീപ ജോസഫിന്റെ ഹർജിയിൽ അതിജീവിത തടസ്സ ഹർജി നൽകി. ദീപ ജോസഫിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിത തടസ്സ ഹർജി നൽകിയത്. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിലെ പ്രതിയായ ദീപ ജോസഫിനെതിരെ അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രനാണ് തടസ്സ ഹർജി ഫയൽ ചെയ്തത്. അതേസമയം ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ രാഹുലിനെ അയോഗ്യനാക്കണമെന്ന പരാതി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി തിങ്കളാഴ്ച പരിഗണിക്കും. രാഹുലിനെതിരെ DK മുരളി MLA നൽകിയ പരാതി സ്പീക്കർ AN ഷംഷീർ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. മൂന്നാമത്തെ പരാതിയിൽ കോടതി ജാമ്യം അനുവദിച്ചതോടെ ജയിൽ വിട്ട് രാഹുൽ വീട്ടിലെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്നുള്ള പരാതി പരിഗണിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ രാഹുലിന് ഇടയ്ക്കാണ് ജാമ്യം കിട്ടിയത്. ഹൈക്കോടതി മുന്നോട്ട് വെച്ച ചില നിരീക്ഷണങ്ങൾ, അവിവാഹിതനായ ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിയമപരമായി എന്താണ് തെറ്റ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ രാഹുൽ മങ്കൂട്ടത്തിൽ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കവെയാണ് കേരള ഹൈക്കോടതി പരാമർശം നടത്തിയത്. രാഹുൽ മങ്കൂട്ടത്തിൽ അവിവാഹിതനാണെന്നും ഉഭയസമ്മതപ്രകാരം അയാൾക്ക് എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അതിലെന്താണ് തെറ്റെന്നുമായിരുന്നു കോടതിയുടെ ചോദ്യം. ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ആദ്യ പരാതിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചിരുന്നു. നിലവിലെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ബലാത്സംഗം ആരോപിച്ച് 2 സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ പരാതികൾ സമർപ്പിച്ചിരുന്നു. ഇതൊരു ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ തുടർന്നായിരുന്നു കോടതി ചില പരാമർശങ്ങൾ നടത്തിയത്. കേസ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് പരിഗണിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ FIRകൾ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. എല്ലാ കേസുകളും FIR ഘട്ടത്തിലാണോ എന്ന് ചോദിച്ച ഹൈക്കോടതി ഒരു കേസിൽ പോലും അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. ഒരു അന്തിമ റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ല, എല്ലാം അന്വേഷണത്തിലാണ്. നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ച് പരാതി രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, കുറഞ്ഞത് ഒരു അന്തിമ റിപ്പോർട്ടെങ്കിലും ഉണ്ടായിരിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതോടെ രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പരസ്പര സമ്മതത്തോടെയാണ് അദ്ദേഹം ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നതാണ് അയാളുടെ പ്രതിരോധമെന്നും വാദിച്ചു. പരസ്പര സമ്മതത്തോടെ ഒരാൾക്ക് എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും സ്ഥാപിക്കാൻ നിയമം അനുവദിക്കുന്നുവെന്നും അതിനാൽ ജാമ്യം നിഷേധിക്കാൻ കഴിയില്ല എന്നും കോടതി മറുപടി നൽകി. സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി അനുവദനീയമാണ്. അയാൾക്ക് സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ എത്ര വേണമെങ്കിലും ഏർപ്പെടാം. അതിലെന്താണ് തെറ്റ്? അയാൾ വിവാഹിതനല്ല, ധാർമ്മികമായി പോലും തെറ്റൊന്നുമില്ല. ഇത് അനുവദനീയമാണ്. നിയമപരമായി വിവാഹിതനായ വ്യക്തിയുമായി പോലും സമ്മതത്തോടെയുള്ള ബന്ധങ്ങൾ അനുവദനീയമാണ്. അപ്പോൾ അവിവാഹിതനായ ഒരാൾ ഇത്രയധികം ആളുകളുമായി സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. എന്തായാലും വിശദമായ വാദം കേൾക്കലിനൊടുവിലായിരുന്നു രാഹുലിന് ജാമ്യം കിട്ടി രാഹുൽ പുറത്തിറങ്ങിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.